വരുണ്ണ ഇവിടെ നാട്ടി പായിക്കുമ്പോ കണിമംഗലത്ത് ആരെങ്കിലും മരിച്ചാ പോലും വന്നു പോരുന്ന ചെറിയച്ചൻ വിലക്കിയത്. പക്ഷെ ഒരു ദോഷം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ വന്നപ്പോ നിങ്ങൾ ആ വാക്ക് തെറ്റിച്ചു. എന്നെ വിളിച്ചോണ്ട് വരാൻ ആളെ അയച്ചു. എനിക്ക് വരാതിരിക്കാമായിരുന്നു. എന്നെ ആരും കുറ്റപ്പെടുത്തില്ല. പക്ഷേ ഞാൻ വന്നു കയറിയ കണിമംഗലത്തിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയ അച്ഛനെയും അമ്മയും ദൈവങ്ങൾക്കൊപ്പം ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നുമുണ്ട്. ഇന്ന് ഈ പൂജയ്ക്ക് വേണ്ടി ഭഗവാൻ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആരൊക്കെ തടസ്സം നിന്നാലും സത്യം ജയിക്കുന്നു തന്നെയാ. അന്ന് ഇറങ്ങുമ്പോ പറഞ്ഞതാ, ഇപ്പൊ ഞാൻ ആവർത്തിക്കാം. കണിമംഗലം അർഹതപ്പെട്ട കൈകളിൽ സ്ഥിരമായിട്ടുണ്ടാവും. കാലം എത്ര കഴിഞ്ഞാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ചന്ദ്രശേഖരൻ, കുട്ടി പറഞ്ഞതെല്ലാം സത്യമാണോ? എല്ലാം സത്യമാണെങ്കിൽ അതിന്റെ അനന്തരഫലം ഈ കുട്ടി പറഞ്ഞത് തന്നെയായിരിക്കും. ഓർത്തോളൂ. സാറാ, സത്യം പറഞ്ഞ രാധിക വന്നേ പറ്റൂന്ന് പൂജാരി പറഞ്ഞപ്പോഴേ നമ്മൾ ഈ പൂജ അങ്ങ് അവസാനിപ്പിക്കണമായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, പൂജയുടെ മഹത്വം മുഴുവൻ അവൾ അങ്ങ് കൊണ്ടുപോയി. കണിമംഗലത്തിന്റെ ഉടമകളായ നമ്മളെ രക്ഷിക്കാൻ വന്ന അവളായി ഇപ്പം മിടുക്കി. എല്ലാം കഴിഞ്ഞ് അവള് പറഞ്ഞത് കേട്ടില്ലേ, തെറ്റ് ചെയ്തവരെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്ന്, പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. അവളുടെ ശാപം വലിച്ചു എന്ന് പറയാൻ ആ വൃത്തികെട്ട പൂജാരി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുന്ന സത്യത്തിൽ ഞാനും പ്രതീക്ഷിച്ചില്ല. അവളുടെ വെല്ലുവിളിയൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദിവസം ഉന്തിത്തള്ളി നീക്കാൻ നക്കാപ്പിച്ചയ്ക്ക് കഞ്ഞിയും കറിയും വെക്കാൻ പോകുന്നവള് അത് വെച്ചാണോ നമ്മളെ തോൽപ്പിക്കാൻ പോകുന്നത്? അവിടാണ് ചന്ദ്രശേഖരന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നത്. എന്തുപറ്റി? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല, കോടിക്കണക്കിന് രൂപ ഇറക്കി എത്രയോ ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നറിയോ ചർച്ച ഇന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കാൻ. അത് അരിയുടെ ബ്രാൻഡ് ആയാലും കൊള്ളാം, ചോറിന്റെ ബ്രാൻഡ് ആയാലും കൊള്ളാം. ചന്ദ്രശേഖരനെ അറിയുന്ന എത്രയോ ലക്ഷാധിപതികൾ ഹോട്ടൽ ബിസിനസ്സിൽ ഇറങ്ങി പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപാടുണ്ട്. അവര് പരാജയപ്പെടാൻ കാരണം എന്താ? അവർക്ക് ഫുഡിന്റെ ഒരു ബ്രാൻഡ് ആകാൻ പറ്റിയില്ല. ആറ്റുവാശ്ശേരി സദ്യ എന്നൊരു ബ്രാൻഡ് അവര് സൃഷ്ടിച്ചെടുത്തു. ഇന്ന് ആറ്റുവാശ്ശേരി സദ്യക്ക് ആളുണ്ട്, ബ്രാൻഡുണ്ട്. അത് കാണാതെ പോയാ ആ മണ്ടത്തരത്തിന് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. സാറ പറഞ്ഞപ്പോഴാ അതിനെക്കുറിച്ച് ഞാനും ഗൗരവമായി ആലോചിക്കുന്നു. നമ്മൾ ചെയ്യുന്നതൊഴിച്ച് ബാക്കിയെല്ലാം നിസ്സാരമാണെന്ന് കരുതിയാലുണ്ടല്ലോ, നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല. ആരുടെയും വലിപ്പം നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല. മറിച്ചാവട്ടെ, നമുക്ക് ചുറ്റും നടക്കുന്നതൊക്കെ നമുക്ക് മുകളിൽ കുതിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രവർത്തനങ്ങളാണെന്നറിയുമ്പോ അവരുടെ ഓരോ ചുവടും നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് അവരുടെ കുതിച്ചുചാട്ടം നമ്മുടെ തല വരെ എത്തുമെങ്കിൽ ആ കാല് വെട്ടാൻ നമുക്ക് സാധിക്കും. മനസ്സിലായോ ചന്ദ്രശേഖര? രാധികയുടെ മനക്കരുത്ത് നിസ്സാരമല്ല. ആറ്റുവാശ്ശേരി കുടുംബം അവൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടും നിസ്സാരമല്ല.
ഇപ്പൊ ആറ്റുവാശ്ശേരി സദ്യയുടെ രുചിയും നിസാരമല്ല. എല്ലാം കൂടി അങ്ങ് കൊഴുത്താലേ ആ പെൺകുട്ടി കേറി അങ്ങ് വളരും. അതൊരു പക്ഷെ നമ്മൾ പിടിച്ചടക്കിയ കണിമംഗലത്തിന് മേലെയായി പോയാ അതിശയിക്കാനൊന്നുമില്ല.